സാധാരണഗതിയിൽ തൊഴിലാളി സമരങ്ങളെയും അവകാശ സമരങ്ങളെയും സഹിഷ്ണുതയോടെ കണ്ട് രാഷ്ട്രീയമായി എതിർപ്പുണ്ടെങ്കിലും ആ സമരങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പാരമ്പര്യമാണ് കേരളത്തിന് ഏത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ഉണ്ടാകാറുള്ളത്. പക്ഷെ ഇപ്പോൾ കാണുന്നത് അതല്ല. സമരങ്ങളെ അസഹിഷ്ണുതയോടെ കാണുന്ന ഒരു സർക്കാർ, അതും ഏറ്റവും ന്യായമായിട്ടുള്ള അടിസ്ഥാനപരമായി ഏറ്റവും പ്രയാസമനുഭവിക്കുന്ന ജനവിഭാഗങ്ങളുടെ സമരങ്ങളെ പോലും അസഹിഷ്ണുതയോടെയാണ് സർക്കാർ, അതും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്ന് പറയുന്നത് തീർത്തും വിരോധാഭാസമാണ്, ആശ്ചര്യമുണ്ടാക്കുന്നതാണ്. അങ്ങനെ അതെ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, വീണ്ടും പറയുന്നു, ജനകീയ സമരങ്ങളെ പിന്തുണക്കുക, അതിന്റെ ആവശ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് പിന്തുണക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലപാട്. ആര് സമരം ചെയ്യുന്നുള്ളതല്ല, അത് ഉന്നയിക്കുന്ന കോസ് പാവപ്പെട്ടവർക്ക് വേണ്ടിയും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുമാണെങ്കിൽ കോൺഗ്രസ് അതിന്റെ മുന്നാലെ നിൽക്കും. INTUC പ്രസിഡന്റ് എന്തു പറഞ്ഞു എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇത് INTUC പ്രസിഡന്റ് മനസ്സിലാക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നിലപാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ നിലപാട് അവർ മനസ്സിലാക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. INTUCക്ക് ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ പാർട്ടിയും ഈ നാടും ഒരു തീരുമാനമെടുക്കുമ്പോൾ നാടിന്റെ വികാരത്തിനെതിരെ നീങ്ങുകയല്ല, തൊഴിലാളി താല്പര്യത്തിന്റെ പേരിൽ ആണെങ്കിൽ പോലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അവരോട് ഉപദേശിക്കാനുള്ളത്. ഇത് എന്താണ് കുറ്റപത്രത്തിൽ വരുന്നതെന്ന് എനിക്കറിയാതെ എനിക്ക് പറയാൻ പറ്റില്ല, വാർത്തകളേ ഉള്ളൂ. പക്ഷേ കുറ്റപത്രം വന്നിട്ട് അക്കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാം. പക്ഷെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വന്നല്ലോ ആദ്യം. ഈ സർക്കാർ നിയന്ത്രിക്കുന്നത് തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു റിപ്പോർട്ട് വന്നല്ലോ. അക്കാര്യത്തിൽ അദ്ദേഹത്തെ മാനസികമായിട്ട് വളരെയേറെ വേദനിപ്പിച്ച പരാമർശങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അത് വളരെ വ്യക്തമല്ലേ ആരാണ് ആ കാര്യത്തിൽ, ആ ADMന്റെ മരണത്തിൽ ഉത്തരവാദി ആരാണെന്ന കാര്യത്തിൽ വളരെ വ്യക്തമല്ലേ. അക്കാര്യത്തിൽ എന്തിനാ വേറൊരു സർട്ടിഫിക്കറ്റ്? കുറ്റപത്രം നമുക്ക് വരട്ടെ, കുറ്റപത്രം കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, പ്രഖ്യാപിക്കട്ടെ. ഒരു സംശയമില്ല, കോൺഗ്രസ് പാർട്ടിയും UDF വളരെ സജ്ജമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും കാലതാമസവും ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.